എല്ലാ പ്രശ്നങ്ങൾക്കും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തെ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹം മാറിയിട്ടില്ലെന്ന് വിവിധ നേതാക്കൾ പറയുന്നതും അദ്ദേഹത്തിന്റെ വൈകാരിക പ്രകടനങ്ങൾ അത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പദം 2 ദിവസത്തേക്ക് രാജിവെക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മറ്റൊന്നിനുമല്ല, അതും ഒരു സേവനത്തിന്റെ ഭാഗമായാണ്. ട്രാൻസ്ജെൻഡർ സമൂഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. സംസ്ഥാന സർക്കാർ ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വലിയ പരിഗണന നൽകുന്നില്ല എന്നും അവർക്ക് വലിയ പ്രതിസന്ധികളുണ്ട്, ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ അവരുടെ സർജറിക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ആവശ്യമായി വരുന്നുണ്ടല്ലോ, ആ പണം സർക്കാർ നൽകാൻ, അത് മുഴുവനായി തന്നെ സർക്കാർ നൽകണ്ട, ചെറിയ രീതിയിലെങ്കിൽ സർക്കാർ നൽകിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ പ്രത്യേകിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ താൻ സമരവുമായി രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കാണിക്കുന്നത് കരുവന്നൂർ മോഡൽ സമരമാണ്. കരുവന്നൂർ നമുക്കറിയാം, CPM-ന്റെ വലിയ രീതിയിലുള്ള ഒരു ബാങ്ക് കൊള്ളയാണ് നടന്നത്. ആ കൊള്ളയുമായി ബന്ധപ്പെട്ട് എത്ര സാധാരണക്കാർ മരിച്ചു വീഴുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് നാം കണ്ടിരുന്നു. അന്ന് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അന്ന് അവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുകയും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെയും ED-യുടെ എല്ലാം ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തതെല്ലാം നാം കണ്ടു. അത് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്ന് CPM ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അന്ന് ED-യുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ CPM-നെ വേട്ടയാടുകയാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വേട്ടയാടുകയാണെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹമായിരുന്നു ശരിയെന്ന് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ജനങ്ങളും മറ്റ് CPM നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സുനിൽകുമാർ അവിടെ ദയനീയമായി തന്നെ പരാജയപ്പെടുന്നത്. 1 2 വോട്ടിനുമല്ല, 75,000-ലധികം വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. ഈ ആലത്തൂരിൽ രാധാകൃഷ്ണൻ ജയിച്ചതോ അതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ടിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചു കയറിയത്. ഈ താരതമ്യത്തിലൂടെ തന്നെ മനസ്സിലാകാം, തൃശ്ശൂരിലെ 2 മണ്ഡലങ്ങളാണ്, തൃശ്ശൂരും ആലത്തൂരും. ഈ 2 മണ്ഡലങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകാം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് എത്രത്തോളം പിന്തുണ ലഭിച്ചു എന്നും അദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ ജനങ്ങൾ എത്രത്തോളം സ്വീകരിച്ചു എന്നതും. അങ്ങനെ ജനങ്ങൾ കൃത്യമായി സ്വീകരിച്ചത് കൊണ്ടാണല്ലോ ഈ 75,000 വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷെ അന്ന് ദയനീയമായി പരാജയപ്പെട്ട സുനിൽകുമാർ വീണ്ടും രംഗത്ത് വരുന്നത് കണ്ടു. അദ്ദേഹം പറയുന്നത് ഇതിൽ മുഴുവൻ കള്ള വോട്ടാണ്, പൂരം കലക്കിയതാണ്. അദ്ദേഹം ഓരോ സീസണിലും ഓരോ കാര്യമാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു പൂരം കലക്കിയതാണ്, പിന്നീട് പറഞ്ഞു CPM പാലം വലിച്ചു, CPM-ന്റെ പ്രവർത്തകർ പാലം വലിച്ചത് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ്. അങ്ങനെ 1 വർഷത്തിനിടയിൽ തന്നെ 3 സംഭവങ്ങൾ ഉണ്ടായി. ഇനി 4 വർഷം കഴിയുമ്പോൾ ഇനി 10-ലധികം കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തും. ഇനി പറയും ഞാനല്ല മത്സരിച്ചത്, എന്റെ നിഴലാണ് മത്സരിച്ചത്, അതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വരും. പക്ഷെ കൃത്യമായി തന്നെയാണ് സുരേഷ് ഗോപി ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് ശേഷം അദ്ദേഹം കൃത്യമായി തന്നെ അവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് നടക്കുന്നത്. ശക്തൻ മാർക്കറ്റ് അദ്ദേഹം കൃത്യമായി തന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ തകർന്ന ശക്തൻ തമ്പുരാന്റെ, ഒരു അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ നിർമ്മിക്കുന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായും അതോടൊപ്പം തന്നെ സ്വന്തം കയ്യിൽ നിന്നും പല വീടുകൾ വച്ചു കൊടുക്കുന്നു. ആ രീതിയിലുള്ള കൃത്യമായ ഒരു ഇടപെടൽ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവോണ ദിവസമാണ്. ട്രാൻസ്ജെൻഡർമാരുടെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അവർക്ക് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഒരു കാലത്ത് ഇത്തരം സംഭവങ്ങളെല്ലാം, ഒരു കാലത്തല്ല ഇക്കാലത്തും ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിലും സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുന്നത് തങ്ങളാണെന്നാണ് CPM എല്ലാ കാലത്തും പറയുന്നത്. പക്ഷെ എത്രത്തോളം അവരെ കൂടെ കൂട്ടുന്നുണ്ട് ഈ സർക്കാരിന് സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡറിനെല്ലാം വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അതെല്ലാം കൃത്യമായി മുതലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. 10 ട്രാൻസ്ജെൻഡറിന് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചിലവിനുള്ള തുക താൻ നൽകാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവരെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായാലും വലുതായിരിക്കും. ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചായിരിക്കുമെന്ന് വിമർശകർ പറയുമ്പോഴും അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ.
അദ്ദേഹത്തിന് എന്താ അങ്ങനെ ചെയ്തുകൂടാത്ത? അദ്ദേഹം കേരളത്തിൽ തന്നെ കൃത്യമായി 2009 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിൽക്കുന്നു, 21 നിൽക്കുന്നു. 2 തിരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം കൃത്യമായി തന്നെ ജനങ്ങളോടൊപ്പം നിന്നത് കൊണ്ടാണ് 2024 തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ഈ സുനിൽകുമാർ എല്ലാം പറയുന്നത് പോലെ ഒരു കാലത്ത് പെട്ടെന്ന് വന്ന് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി വിജയിച്ചതല്ല, വിജയിച്ച നേതാവല്ല സുരേഷ് ഗോപി. മറിച്ച് 2 പരാജയങ്ങൾ. 2019 പരാജയം വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിന് 2 ലക്ഷം വോട്ട് മാത്രമാണ് ലഭിക്കുന്നത്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിൽ നിന്നും അദ്ദേഹം പരാജയപ്പെടുകയാണ്. അതൊരു ചെറിയ വോട്ടിനാണ്. കാരണം 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം വളരെ ചുരുങ്ങിയതാണ്. അവിടെയും അദ്ദേഹം ആ 2 പരാജയങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി തന്നെ ഇത്തരം ട്രാൻസ്ജെൻഡർ, അതോടൊപ്പം തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ എല്ലാ പ്രശ്നങ്ങളിൽ അദ്ദേഹം കൃത്യമായി ഇടപെടുകയും അവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത്, അന്നൊന്നും ഇദ്ദേഹത്തിന് MP സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ MP ഫണ്ടിൽ നിന്നും സ്വന്തം കയ്യിൽ നിന്നും ഉൾപ്പെടെ കൃത്യമായി തന്നെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയത് കൊണ്ടും അതിൽ അത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടതുകൊണ്ടുമാണ് ഇദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. അത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നിലപാടാണ്. അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. അത് സാധ്യമാകുമോ എന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ 35 സീറ്റിലധികമുണ്ട്. അപ്പോൾ ഒരു 10-15 സീറ്റുകൾ കൂടുതൽ പിടിച്ചാൽ തിരുവനന്തപുരത്ത് ഇവർക്ക് BJPക്ക് അധികാരത്തിലെത്താൻ കഴിയും. പക്ഷേ തൃശ്ശൂരിൽ അങ്ങനെയല്ല സ്ഥിതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന്റെ ലീഡ് അവിടെ നേടിയെന്ന് പറയുമ്പോഴും തൃശ്ശൂരിൽ നിലവിൽ അവിടെ 6-7 കൗൺസിലർമാർ മാത്രമാണ് BJPക്കുള്ളത്. ഇത് വലിയ രീതിയിൽ 6-ൽ നിന്നും ഒരു വലിയ സംഖ്യയിലേക്ക് മാറിയാൽ മാത്രമേ അവിടെ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അധികാരത്തിൽ വരിക മാത്രമല്ല, മാസങ്ങൾ കഴിയുമ്പോൾ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ നിന്നും MLA-മാരെ സ്വന്തമാക്കുക എന്നത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൽ നിന്നും കരുണാകരന്റെ മകൾ കോൺഗ്രസിൽ നിന്നും BJPയിലെത്തിയ ആ നേതാവിനെ നിയമസഭയിൽ എത്തിക്കുക എന്നത് BJPയുടെ ഒരു കർത്തവ്യം കൂടിയാണ്. അത്തരത്തിൽ പല മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ മാത്രമല്ല 6 നിയമസഭാ മണ്ഡലങ്ങളിലാണല്ലോ ലോക്സഭയുമായി ബന്ധപ്പെട്ട് നാം താരതമ്യം ചെയ്യുമ്പോൾ മുന്നേറ്റമുണ്ടാക്കിയത്. അത്തരത്തിൽ വലിയ ഒരു നീക്കങ്ങളിലേക്കാണ് BJP കടക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ മണ്ഡലമാണ് ഇപ്പോൾ BJP കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത്. ആ മണ്ഡലത്തിലെ നേതാവായ സുരേഷ് ഗോപിയെ മുൻനിർത്തി തന്നെയാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം എന്തായാലും ട്രോളന്മാരും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ട്രാൻസ്ജെൻഡറിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ, സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ താൻ രാജിവെച്ച് ഇവർക്ക് വേണ്ടി 2 ദിവസം സമരം ഇരിക്കും, അതിനുശേഷം വീണ്ടും മന്ത്രിയായി പോകുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് കുറച്ചു നാളുകളായി തന്നെ മന്ത്രിസ്ഥാനത്തോട് താല്പര്യമില്ല എന്നുള്ളത് പലതവണ നാം കണ്ടിട്ടുള്ളതാണ്. ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പറയുകയാണല്ലോ, അമിത്ഷായും നരേന്ദ്രമോദിയും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതെന്നും അല്ലാത്ത പക്ഷം ഇത് ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ വിവാദ പ്രസ്താവനകൾ പലതും വരുന്നുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് കാര്യമുണ്ട്. അങ്ങനെ ട്രോളന്മാർ ഏറ്റെടുത്താലും ഇതിൽ കുറച്ച് കാര്യമുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.